നമുക്കിനി ബ്ലൗസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത്, ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒരു 1.5 ഇഞ്ച് അടിമടക്കി തയ്ക്കാനായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം സ്കെയിലിന്. ഇനി നമ്മുടെ ഇറക്കം എത്രയാണെന്ന് വെച്ച് അത്ര എടുക്കുക. 9 ഇഞ്ചാണ് വേണ്ടത്. മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നൊരു ഇങ്ങനെ മാർക്ക് ചെയ്യാം, തയ്യൽ തുമ്പ് വരാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് വന്നത് 16 ഇഞ്ചാണ്, ബാക്ക് ഫ്രണ്ടും കൂടെ വന്നത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് 8 ഇഞ്ച് വേണം. നമുക്കിവിടെ നേരെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നേരെ വെട്ടും. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് നമുക്ക് 8 കിട്ടണം. ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചാൽ മതി. 8 മാർക്ക് ചെയ്യുക. പിന്നെ തയ്യൽ തുമ്പ് 1.5. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്താലും 3.5 മാർക്ക് ചെയ്യുക. അപ്പം എല്ലാം കണക്കാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചു വെട്ടുക. ഇവിടെ നമുക്ക് 5.5 സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ അടുത്ത വണ്ണം 5.5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യണേ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മടക്കി വെക്കുമ്പോൾ നമുക്ക് തുണി എത്താതെ വരത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പീസ്, ബാക്കും ഫ്രണ്ടും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. സെൻറ്ററാന്ന് മാർക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴി നോക്കാം. ഇതെന്നാ ഇവിടെ കണ്ടോ, നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത് 1.5 അല്ലേ? ആ 1.5 മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെക്കുക. ആ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ആ 1.5 കണ്ടോ, ഇതിനെ നമ്മൾ 1.5 ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് നീക്കിയിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഫ്രണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ അരയിഞ്ച് കുഴിച്ചു വെട്ടാം. കണ്ടോ, ഇതിനെ നമുക്ക് ബാക്ക് പീസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടോ തയ്യൽ തുമ്പ് ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാനായിട്ട്, ബാക്ക് നമ്മൾ കട്ട് ചെയ്തല്ലോ ഓൾറെഡി, ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുക. ഇതൊരു വ്യത്യാണ്. ഇനി നമ്മൾ നോക്കുക, കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയും വെട്ടാം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ അറിയാൻ പറ്റാത്തവർക്കൊരു വഴിയാണേ. ഫ്രണ്ടാന്ന് വെക്കുക. ഒന്നുമില്ല നമ്മൾക്ക് അറിയാനായിട്ട്. നമ്മൾ ബാക്ക് ഫ്രണ്ടും ഒരേപോലെ വെട്ടി അല്ലേ? വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ തയ്യൽ തുമ്പ് 1.5 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1.5-ൽ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടെ ആ ബാക്കിൽ കണ്ട് ഈ കൂടുതൽ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഫ്രണ്ടാക്കി എടുക്കുക. ഓക്കെ, നമ്മൾ സ്ലീവ് വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് വെട്ടണം. ക്രോസ് പീസ് അല്ലേ? ഓക്കെ, ബ്ലൗസിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ബാക്ക് പീസ് കട്ട് ചെയ്തു, രണ്ടാമത്തെ ക്ലാസ്സിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു, മൂന്നാമത്തെ ക്ലാസ്സിൽ സ്ലീവ് കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തുടർന്ന് വീഡിയോ ഉണ്ടാവും. ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കാം. ഓക്കെ.